നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ഈ സംഭവത്തിൽ കടകംപള്ളിയൊക്കെ അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടൊക്കെ മാറ്റി പറഞ്ഞു. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. എങ്ങനെയാണ് ഇതിനൊക്കെ വിലയിരുത്തുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ തന്നെ ശബരിമലയുടെ വിഷയത്തിൽ സർക്കാരിന് വലിയൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ്. അപ്പം അന്ന് നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരുപാട് വോട്ടുകൾ ചോർന്നു പോയൊരു പ്രശ്നം CPM-നെ സംബന്ധിച്ച് ഇതുവഴി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു സംഗമം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചതും ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ അടുത്ത സമയത്ത് ഇതിനെപ്പറ്റി ഈ ഒരു പരിപാടി നടത്തിയതിൻ്റെ പ്രധാന ലക്ഷ്യവും അതിനുവേണ്ടി തന്നെയായിരുന്നു. അപ്പം അന്നുണ്ടായ അതായത് അന്നത്തെ സ്ത്രീ പ്രവേശനം വലിയൊരു അബദ്ധമായിരുന്നു എന്ന് പിന്നീട് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുമ്പ് തന്നെ ഈ സ്ത്രീ പ്രവേശന വിധിയിൽ സുപ്രീം കോടതിക്ക് തിരിച്ചറിവുണ്ടായെന്നും അത് തെറ്റായിരുന്നു എന്നും സുപ്രീം കോടതി പറഞ്ഞുവെന്നും ഒക്കെയാണ് ഇദ്ദേഹം പറയണത്. മാത്രമല്ല സർക്കാരിനും ആ വിഷയത്തിൽ സർക്കാരും വിശ്വാസികളുടെ ഒപ്പമാണെന്നൊക്കെയാണ് മുൻ ദേവസ്വം മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ, അതായത് ശബരിമലയുടെ വിഷയത്തിൽ സർക്കാരിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുക തന്നെയാണ് അവർ. അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിക്കാതെ മറ്റ് മാർഗങ്ങളില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അവർ അയ്യപ്പ സംഗമം നടത്തുന്നതും. വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയും ഒരേ കാറിലാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അന്നത്തെ പ്രധാന പ്രശ്നം വെച്ചാൽ ഇപ്പം CPM-ൻ്റെ കാര്യം നമുക്കറിയാം. അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈഴവ വോട്ടുകളാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അവർ അതായത് ഈ ഈഴവർ CPM-ന് വോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ വിശ്വാസികളുമാണ് എന്നുള്ളതിൻ്റെ ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. പക്ഷേ അന്ന് ശബരിമലയിൽ ആ ഒരു വിഷയം ഉണ്ടായതിന് ശേഷം തീർച്ചയായിട്ടും വിശ്വാസികളായിട്ടുള്ള ഈ CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് വിട്ടുപോവുകയും അവർ BJP-യിലോട്ട് പോവുകയും അല്ലെങ്കിൽ കോൺഗ്രസ്സിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മളത് കണ്ടതാണ്, ലോക്സഭയിലും നമ്മൾ കണ്ടതാണ് ആ പ്രശ്നങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേനും എങ്ങനെയെങ്കിലും പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം സർക്കാരിന് മുന്നിലുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഓർക്ക് മുഖ്യമന്ത്രി സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ ഒരു കാറിനകത്ത് വേറെ ആരും അങ്ങനെ കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും മന്ത്രിമാർക്ക് പോലും പ്രവേശനമില്ല അങ്ങോട്ട്. അപ്പം അങ്ങനെയുള്ളൊരു വളരെ ക്ലോസ് ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ. അപ്പം ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലുമൊക്കെ ആ വണ്ടിക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യത ആരെങ്കിലുമൊക്കെ കാണും എപ്പോഴും. അപ്പം അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പം പക്ഷേ ഇതോർക്കുക, ഇപ്പോൾ പിണറായി വിജയൻ്റെ കാറിൽ വന്നത് തീർച്ചയായിട്ടും ഈ വെള്ളാപ്പള്ളി നടേശൻ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് ഈ വോട്ടുകൾ നഷ്ടപ്പെട്ടതോ അതേ വഴിക്ക് തന്നെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. അപ്പം അടുത്തിടയ്ക്ക് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അതിഭീകരമായിട്ടുള്ള വർഗീയത പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതിലൊന്നും കേസെടുത്തിട്ടുമില്ല, അതിലൊന്നും അദ്ദേഹം നടപടി നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും ആണ് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്. മുഖ്യമന്ത്രി വളരെ പ്രശംസിക്കുകയാണ് ചെയ്തത്. അതെ, അതിനുശേഷം വളരെയേറെ പ്രശംസിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പോലും തിരിച്ച് മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്ന കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ LDF ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഡീലൊക്കെ എന്തായാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പം മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം നമുക്കറിയാം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഇപ്പോഴും ആരോപണവിധേയനായിരിക്കുന്ന ഒരു ആൾ തന്നെയാണ്. അപ്പം ആ ഒരു വിഷയം കേരളത്തെ മുഴുവൻ പിടിച്ചുലച്ചൊരു വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു തട്ടിപ്പായിരുന്നു. അതായത് SNDP ക്കുള്ളിലെ തന്നെ ശ്രീനാരായണീയരായിട്ടുള്ള ജനങ്ങളെ തന്നെ പറ്റിക്കുന്നൊരു വലിയൊരു സ്കാമായിരുന്നു അത്. അപ്പം ആ ഒരു വിഷയം പോലും മുന്നിൽ നിൽക്കെ തന്നെയാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വെള്ളാപ്പള്ളി ഒരു സാമുദായിക നേതാവ് മാത്രമാണ്. അപ്പോൾ ഈ സാമുദായികപരമായിട്ടുള്ള ഈ നേതാവിനെ എന്തിനാണ് ഈ സർക്കാർ ഇങ്ങനെ ഒരു പരിപാടിയിലോട്ട് കൊണ്ടുവന്നത്? രാജാവിനെ പോലെ ആനയിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. പിണറായി വിജയൻ്റെ കാറിൽ കൊണ്ടുവന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല, അത് തീർച്ചയായിട്ടും വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. മാത്രമല്ല,
ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പിണറായി വിജയൻ്റെ ഒരു അതായത് ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി വിജയൻ്റെ ഒരു ഇതായിരുന്നു, ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നതിനെ പറ്റി ഭഗവത്ഗീതയിൽ പറയുന്നൊരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇത് പറയുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിശ്വാസികൾ, അതായത് അന്ന് ശബരിമല പ്രവേശന വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിച്ചവരും ഇന്നത്തെ ഈ അയ്യപ്പ സംഗമത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നവരും വിശ്വാസികളല്ല, അവർ യഥാർത്ഥ വിശ്വാസികളല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. സത്യത്തിൽ അത് പറയാൻ എന്താണ് പിണറായി വിജയൻ അവകാശമെന്ന് അദ്ദേഹം തന്നെ ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതേ 6 വർഷം മുമ്പാണ് ഈ പറയുന്ന സ്ത്രീ പ്രവേശന വിധി ഉണ്ടാകുന്നതും ഇതേ വിശ്വാസികളുടെ തന്നെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്ത്രീകളെ കയറ്റാൻ അദ്ദേഹം തയ്യാറായതും അതുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം അന്നത്തെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പോലീസിൻ്റെ ജാക്കറ്റൊക്കെ ഇടിച്ചുകൊണ്ടാണ് അന്ന് ആ സ്ത്രീകളെ അവിടെ കയറ്റുന്നത്. അപ്പം ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇദ്ദേഹം എന്ത് കണ്ടിട്ടാണ് മറ്റുള്ളവരെ വിധിക്കാൻ ഇദ്ദേഹത്തിന് എന്താ അവകാശമെന്ന് ഒന്ന് ഓർത്ത് നോക്കുക. അതായത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ, സാധാരണക്കാരുടെ വിശ്വാസത്തെ അദ്ദേഹം ഒരിക്കൽ പോലും മാനിക്കാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇപ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്നതെന്ന് ഓർക്കുക. അതും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ടാണെന്നുള്ളത് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു പ്രധാനമായും ഉന്നയിക്കുന്ന എന്തൊക്കെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വെക്കുന്നത്. അത് തീർച്ചയായിട്ടും ആവശ്യം ഉള്ളത് തന്നെയാണ്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്, വരുമാനം ലഭിക്കുന്നൊരു ക്ഷേത്രമാണ്, സർക്കാരിനും നേരിട്ടും അല്ലാതെയും ഒരുപാട് പണം ലഭിക്കുന്നൊരു ക്ഷേത്രമാണ്, ഒരുപാട് വിശ്വാസികൾ എത്തുന്നൊരു ക്ഷേത്രമാണ്, വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനം കിട്ടുന്ന ഒരു അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് മാത്രമാണ്. 40 ദിവസം മറ്റാണ് അവിടെ മണ്ഡല കാലം എന്ന് പറയുന്നത്. അപ്പം അത്രയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രം പ്രവേശനമുള്ളൊരു ക്ഷേത്രം, അത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അത്യപൂർവമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അതിൻ്റേതായ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ശബരിമലയ്ക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തവണ, അതായത് ഓരോ മണ്ഡലകാലത്തിലും വലിയ ജനക്കൂട്ടം അവിടെ വരുന്നുമുണ്ട്. അപ്പം ഇവർക്ക്, ഈ വരുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു കടമയാണ്. അത് ഏത് സർക്കാർ എന്നുള്ളതല്ല, കേരളം ഭരിക്കുന്ന ഏത് സർക്കാരാണോ അവർക്കതിൻ്റെ ചുമതലയുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ശബരിമലയ്ക്ക് എന്ത് കൊടുത്താലും അത് ഒരിക്കലും മതിയാകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് റെയിൽ സർവീസ് വരുന്നു, അങ്ങനെ കുറേ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വികസനം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അതിന് തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ കൂടി ഈ അഭിപ്രായം ചോദിച്ചറിയുക എന്നൊരു ലക്ഷ്യമാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നതെങ്കിലും സത്യത്തിൽ അതല്ല എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാൽ പോലും തീർച്ചയായിട്ടും അത്തരം പരിപാടികൾ നടക്കട്ടെ, തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോഴാണ് ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത്. കാരണം ഒരിക്കലും ശബരിമല എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ പറ്റിയ ഒരു ക്ഷേത്രമല്ല. അവർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും, അതെ, ജാതി ഇല്ലാതെ മതമില്ലാതെ ഏതൊരു ദേശത്തിൻ്റെ അതിർവരമ്പുകളൊന്നുമില്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരിടമാണ്. വ്രതമെടുത്താൽ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു പ്രത്യേക പരിശുദ്ധി അതിനുണ്ട്. അപ്പം ആ ഒരു വികാരങ്ങളെ മാനിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ടതാണ്. അതിന് പകരം നമ്മളിപ്പോൾ നവോത്ഥാനത്തിനൊന്നും ഒരിക്കലും നമ്മളെതിരില്ല. പക്ഷേ അപ്പം അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അവിടെ വിശ്വാസികളുടെ വികാരങ്ങൾ കൂടി മാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അന്നത് സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇനി അതിനെ യൂട്ടേൺ അടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നതിന് തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ആ പരിപാടിയുടെ സദസ്സിൽ പല കസേരകളും ഒഴിഞ്ഞായിരുന്നു. അതെ, അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം വന്നിരിക്കുന്ന ഫോട്ടോസിലൊക്കെ കൂടുതലും പിണറായി വിജയൻ വേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തെ വിഷ്വൽസാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു
മറ്റ് പല സ്റ്റേറ്റുകളും പ്രതിനിധികളെ അയക്കാൻ തയ്യാറാകാതെ വന്നത് നമുക്ക് അറിയാം. അയച്ചിട്ടുള്ളത് തമിഴ്നാട് മാത്രമാണ് പ്രതിനിധികളെ അയച്ചിട്ടുള്ളത്. ബാക്കി കർണാടകയോ തെലങ്കാനയോ ഡൽഹിയോ ഉത്തർപ്രദേശോ ഒന്നും അയച്ചിട്ടില്ല. പകരം UP-യിൽ യോഗി ഒരു കത്ത് നൽകുകയാണ് ചെയ്തത്. പക്ഷേ മറ്റാരും അങ്ങനെ പ്രതിനിധികളെ അയക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം തീർച്ചയായിട്ടും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവരത് പങ്കെടുക്കാൻ തയ്യാറാവാത്തത് എന്നെനിക്ക് തോന്നുന്നു.